ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യാമറോണിലെ ഒരു നൈറ്റ് മാർക്കറ്റാണ്. ഭയങ്കര ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന, ഉപ്പ് മുതൽ കർപ്പൂരം വരെയും കിട്ടുന്ന ഒരു നൈറ്റ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് കണ്ടാലോ? കമോൺ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്നെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. എൻ്റെ വീഡിയോ കാണാത്തവർക്ക്, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയണേ. എൻ്റെ പേര് അർച്ചന എന്നാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും മലേഷ്യയിൽ ഒരു 5-6 വർഷമായിട്ട് താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, അത് കിൻഡർ ഗാർഡനിൽ പോകുന്നു. ഒരു 4-5 ദിവസം അവധി കിട്ടുന്ന സമയത്ത് മലേഷ്യയുടെ ഉള്ളിലോ മലേഷ്യയ്ക്ക് അടുത്തുള്ള കൺട്രീസിലോട്ടോ ഞങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം 3-4 ദിവസം അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ വന്നത് ക്യാമറോൺ ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇത് വേണോ? തൂക്കിക്ക് 10 റിംഗിറ്റാ വേണോ? വേണ്ടായോ? ഇത് സ്പൈഡർമാൻ. അത് ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് സ്പൈഡർമാൻ. അങ്ങനത്തെ ഒന്നും വേണ്ട. പിനാങ് ഐലൻഡിൽ നിന്ന് ക്യാമറോണിലേക്ക് 260 കിലോമീറ്ററാണ് കേട്ടോ. വലിയ ജാമില്ലാത്ത, വലിയ ട്രാഫിക് ഇല്ലാത്ത ഒരു സമയത്താണെങ്കിൽ 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ഞങ്ങൾ ഇവിടെ ഒരു 4-5 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. കാരണം അവധി സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ജാം ഉണ്ടായിരുന്നു, കൂടാതെ നല്ല മഴയുണ്ടായിരുന്നു. ക്യാമറോൺ ഹൈലാൻഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മൂന്നാർ പോലെയാണ്. നല്ല കാലാവസ്ഥയാണ്. പിന്നെ സ്ട്രോബെറി, അവക്കാഡോ അങ്ങനെയുള്ള കുറച്ച് തണുപ്പത്തുണ്ടാകുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടുന്ന നല്ല ക്ലൈമറ്റുള്ള, നല്ല 2-3 ദിവസം അവധി കിട്ടുമ്പോൾ കുറച്ചൊന്ന് റിഫ്രഷ്ഡ് ആവാനും റീസ്റ്റാർട്ട് ആവാനും വേണ്ടി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ക്യാമറോൺ ഹൈലാൻഡ്സ്. ഒത്തിരി വിദേശികൾ വന്നു പോകുന്ന, വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടാണ് ക്യാമറോൺ ഹൈലാൻഡ്സ്. ഇവിടെ ചെവി വെക്കുന്ന, വെച്ച് പാട്ട് കേൾക്കുന്ന വാങ്ങിച്ചാൽ 2 ദിവസം കൊണ്ട് ചീത്തയാവും. സ്പൈഡർമാൻ്റെ ഗ്ലൗസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. അത് വേണോ? അത് എത്ര രൂപ അവരിട്ടേക്കുന്നത് നോക്കിക്കേ. 5 റിംഗിറ്റ് ആണോ? നിന്റെ കൈക്ക് ചേരുവോടാ? അത് വേണ്ട. ഇതേ ഇവിടെ നിറച്ച് സ്ട്രോബെറി ഉണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു വരുമ്പോൾ വാങ്ങാമേ. ഐ ബൈ ഫ്രം ഹിയർ, ഓക്കെ? പക്ഷേ ഇത് വാങ്ങിച്ച് വെച്ചാൽ പഴുത്തു പോകൂടാ. അവിടെ ഡ്രൈ സ്ട്രോബെറീസും ഉണ്ട്. ഇവിടെ ഞാൻ ഈ ചൂണ്ടി കാണിക്കുന്ന സാധനം കണ്ടോ? ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാനിത് കാച്ചിലിൻ്റെ തടയാണെന്ന് കരുതിയിട്ട് അവിയലിനകത്തിൽ ഇടുന്ന സാധനമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ഒരു ഫോട്ടോ എടുത്ത് വീട്ടിൽ അയച്ചു കൊടുത്തിട്ട് എന്തോ ചോദിക്കണം. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും എന്താണ് ഈ സാധനം എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനിത് കട്ട് ചെയ്തിട്ടാണ് അവിയലിനകത്തിലും സാമ്പാറിനകത്തിലൊക്കെ ചേർക്കുന്നത്. പക്ഷെ 2 വിസിലടിക്കുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞ് അങ്ങ് പുട്ട് പൊടിയുന്ന പോലെ അങ്ങ് പൊടിഞ്ഞു പോകും. പക്ഷേ നല്ലതാണ് കേട്ടോ, ടേസ്റ്റിയാണ്. ഞാൻ ഇതുവരെ ഇത് മെഴുക്കുവരട്ടി ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. മലേഷ്യയിൽ താമസിക്കുന്ന ആർക്കെങ്കിലും അവിയലുണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്യണമെങ്കിൽ ഈ ഒരു പച്ചക്കറി വാങ്ങിച്ചിടാം കേട്ടോ. വേണ്ട, ഇതാരാടാ? കുറെ കൂടെ ചെന്ന് അവരെ പേടിപ്പിക്കല്ലേ. ഇതേ കോണുണ്ട്. ആ ആള് തന്നെയാണോ? വാ വാ. ദോ ഇവിടുത്തെ അവക്കാടോ ഇരിക്കുന്നുണ്ടോ? എനിക്ക് ഇവിടുത്തെ അവക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നിന്റെ മേത്ത് മുട്ടും. അത് ഇത് ഫുള്ള് കോണാണ്. എന്താ കോൺ വെച്ചേക്കുന്നുണ്ടോ? അടിക്കടിക്ക് കോണ് 3 എണ്ണം 10 രൂപ. ബേബി കോണ്. ഇത് ഫുള്ള് ഓറഞ്ചൊക്കെയാണ്. മാധുവി, നീ അങ്ങനെ കണ്ടതല്ലേ, പിന്നെന്തുവാ? ഇതോ ചെറിയ അവക്കാഡോ ഉണ്ട്. വഴുതനങ്ങയാണോ ഈ കിടക്കുന്നത്? ഇവിടെ താഴെ കവറിൽ കെട്ടി വെച്ചേക്കുന്നതുണ്ടോ? തക്കാളിക്കാണ്. ഒരു പാക്കറ്റ് തക്കാളിക്കായ്ക്ക് 5 റിംഗറ്റേ ഉള്ളേ.
ഞാനിപ്പോൾ ദേ ഈ കാണിക്കുന്ന സാധനം കണ്ടോ, ഞാൻ ആദ്യം വിചാരിച്ചത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടേക്കുവാണെന്നേ. കാരണം ഇവിടെ ഇഷ്ടംപോലെ മധുരക്കിഴങ്ങും കിഴങ്ങ് പുഴുങ്ങിയതും ഒക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതല്ല. ഇത് നമ്മുടെ മൈദാമാവ് കുറച്ച് മധുരവും കൂടെ ചേർത്ത് ഉരുട്ടിയെടുത്തിട്ട് അത് ആവി കയറ്റിയതുകൊണ്ട് എണ്ണയിൽ വറുത്തെടുത്തതുകൊണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ജയിലിലൊക്കെ പണ്ട് കൊടുക്കുന്നത് ഗോതമ്പ് ഇല്ലേ, അതാണ് സംഭവം. കുറച്ച് ഉപ്പും മധുരവും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ ക്ലോത്ത്സും ടോയ്സും മാത്രമല്ല കേട്ടോ. ഇത് ഈ വെച്ചിരിക്കുന്ന കേക്കാണ്. പിന്നെ ഒരു ഏരിയ ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തണുത്ത ക്ലൈമറ്റാണ്. അതിൻ്റെ കൂടെ ഒരു മഴയും കൂടെ കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ഇടുകിടക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഫ്ലവർ ഷോപ്സ് ഉണ്ട്, പല ടൈപ്പ് ചെടികളുടെ കടകളുണ്ട്. കൂടുതലും സ്ട്രോബെറി, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു തരം മുന്തിരിങ്ങായും പിന്നെ അങ്ങനെയുള്ള വെജിറ്റബിൾസും അവക്കാഡോയും ഒക്കെയാണ് കേട്ടോ. പിന്നെ മലേഷ്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നസി ലമാക്ക്, സാമ്പൽ, അതേപോലെ തന്നെ അയാം കോറിങ്, അതായത് ചിക്കൻ ഫ്രൈ, അതൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഞങ്ങളിവിടെ നിന്ന് തുവിക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ, ഗ്ലൗസും പുതയ്ക്കുന്ന ടവലും സ്കാർഫും അതൊക്കെ വാങ്ങി. പിന്നെ ക്യാമറോൺസിൽ വന്ന എന്തായാലും സ്ട്രോബെറി വാങ്ങാതിരിക്കത്തില്ലല്ലോ. സ്ട്രോബെറി വാങ്ങി കഴുകി അവിടെ വെച്ച്. ഇതെങ്ങോട്ടാ തിരിച്ചു വരുന്നത്? ചേട്ടത്തിക്ക് ഒരു ചാൻസ് പോയി. എന്താ ഇത് വെച്ചിട്ട് ഗസ്റ്റ് വരുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അവക്കാഡോ വാങ്ങിക്കണമെന്നുണ്ട്. ഹോട്ടൽ റൂമിൽ കൊണ്ടുവച്ചാൽ പറ്റുമോ? വാങ്ങിച്ചോട്ടെ. ഇഞ്ചിയാണോ മറ്റേ ജിങ്സങ് ആണോ? അല്ല, ജിൻസങ്. അത് ജിങ്സങ്. ജിങ്സങ് എന്ന് പറഞ്ഞാൽ അത് ഒരു തരം കൊറിയക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ആ സാധനം ഏജിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കുന്നത്. ഓ ദേ 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 ക്യാമറോണിലെ ഈ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.